Are you really happy? Yeah. Really happy? Yeah. Oh, then clap once. If you're happy, clap only once. Very good. Once. Again. Once again. Once again. I know you're really happy. Did you have a lunch? Yeah. What did you have for lunch? Okay. You want me to take the class in English or Malayalam? Wonderful, easy. Okay, that's all. Malayalam എടുക്കാല്ലേ? Okay, ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിക്കുന്നതാണ്. Okay, some technical problems. അങ്ങനെ ഇംഗ്ലീഷ് പറയാനോ? എല്ലാവരും ഇംഗ്ലീഷ് പറയാം. അപ്പൊ ഏതായാലും വീഡിയോ ശരിയായിട്ടില്ല. വീഡിയോ ശരിയാവും നോക്കാം. അതിനിടയിൽ ഞാൻ വീഡിയോ പോലെ പാടുന്ന പോലെ ഒരു കഥ പറഞ്ഞാലോ? എല്ലാവരും ഇഷ്ടമാണ് കഥ. ഉറങ്ങാതെ കേൾക്കുമോ? ഓക്കെ. ചെറിയ സങ്കടത്തിന്റെ കഥയാണ്. ഈ സങ്കടത്തിന്റെ കഥകളെ നമ്മൾ എന്താ പറയാ? സങ്കടത്തിന്റെ കഥകളെ എന്താ പറയാ? പര്യവസായ കഥ അല്ലേ? ട്രാജഡി. പക്ഷെ ഇത് ട്രാജഡി അല്ല, പര്യവസായല്ല. ദുഃഖത്തിലൂടെ കടന്നു വന്നത് സന്തോഷത്തിന്റെ കഥയാണ്. ഓക്കെ, അപ്പൊ ട്രാജഡി അല്ല, എന്നാൽ ചെറിയ ദുഃഖങ്ങളൊക്കെ. എന്താ സംശയം? കേൾക്കണ്ടല്ലോ അല്ലേ? ഞാൻ കഥ പറയാം. ഓക്കെ, ജീവിതത്തില് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഉച്ചയ്ക്ക് കളിക്കാൻ പോകുന്ന സമയം മുഴുവൻ ചെലവാക്കി ഇവിടെ വന്നു നിന്നത് നമ്മൾ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും വിജയം കൈവരിക്കാനാണ്, ജയിക്കാനാണ്. പരീക്ഷയോ നല്ലൊരു ജോലി കിട്ടുകയോ നല്ല വലിയ ആളുകളായി നല്ല വീടുണ്ടാക്കി നല്ല സുന്ദരി കുട്ടികളെ കല്യാണം കഴിച്ച് നല്ലൊരു കാർ വാങ്ങി. ഏത് കാറ്? എന്തുകൊണ്ടാണ് ചോദിച്ചത് വെച്ചാൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് അറിയുമെന്ന് ഇതേപോലെ ഒരു ക്ലാസ്സിൽ ഒരാളെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ചെറിയ ചോദ്യങ്ങളുണ്ട്, വലിയ ചോദ്യങ്ങളുണ്ട്. ചില ആളുകൾ പറയും അവിടെ Q7 BMW അതിന്റെ ബ്രാൻഡ് സബ് ബ്രാൻഡ് കമ്പനിയുടെ പേര് ഏത് കമ്പനി ഉണ്ടാകുന്നത്, ഇന്ത്യക്ക് ഏത് കമ്പനി ഉണ്ടാകുന്നത് ഒക്കെ അറിയുന്ന ആളുകൾ കുറെ ആളുകൾ. ഇന്ത്യക്ക് ഏത് കമ്പനി ഉണ്ടാകുന്നത്? ഇന്ത്യൻ കമ്പനി. 140 രാജ്യങ്ങളിൽ ഭയങ്കര ഓട്ടോമൊബൈൽ കമ്പനികളുള്ള ലോറികളും വലിയ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന 3-4 ലോക രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കമ്പനിയായിരുന്നു ടാറ്റ. ഇപ്പം ഇന്ത്യ 3 ലോകമല്ല, വളരെ വികസിതമായിട്ടുള്ളത്. അപ്പൊ അത് എത്ര പേർക്ക് അറിയാൻ നോക്കാനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, ഇവിടെ ഞാൻ കഥയിലേക്ക് വരാം. ഈ കഥ എന്റെ അച്ഛനിൽ നിന്ന് കൊടുക്കണം. ഞാൻ ഒരു ദിവസം ഇതേപോലെ രാവിലെ കോളേജിൽ പോയി അത് കഴിഞ്ഞ് വേറെ കുറെ പരിപാടിക്ക് പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. എന്റെ മൊബൈലിന്റെ ടീച്ചറുടെ മൊബൈല് ഇന്നലെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. സാധാരണ എല്ലാവരും മൊബൈൽ വൈബ്രേഷൻ ആണല്ലോ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്റെ ടീച്ചറിനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എടുത്ത് നോക്കി. അപ്പൊ എന്റെ വീട്ടിൽ നിന്നാ പോകണം. അപ്പൊ അങ്ങനെ എടുത്തു. ഹലോ, എന്താ കാര്യം? അപ്പൊ പറഞ്ഞത് അച്ഛന് സുഖമില്ല, അച്ഛൻ എന്തോ ഒരു തകരാറ്, ഈ വേഗം. എന്റെ അച്ഛൻ വേറെയാണ് താമസം. അപ്പൊ ഞാൻ എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഉടനെ വേഗം പോയിട്ട് ചെന്ന് നോക്കി. അച്ഛൻ ശ്വാസം കിട്ടുന്നില്ല, ഭയങ്കര വിഷമം. അച്ഛൻ തിരിച്ചോണ്ട് എനിക്കാണ് വിഷമം. അച്ഛൻ എങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല, ഇന്ന് പോകുന്നൊരു സംശയമാണ്. ഏതായാലും നിൽക്കാനുള്ളതാണല്ലോ, ചിലപ്പോ കഴിയുന്ന കുഴപ്പമില്ല, ഒന്നുമില്ല, നീ വന്ന് വെറുതെ വരാറ്. അത് അങ്ങനെ നിൽക്കാൻ പോകുന്നൊന്നുമില്ല അച്ഛാ, സംഭവം ശരിയായിക്കോളൂ, നമുക്ക് പോവാം, എവിടെയെങ്കിലും കാണിച്ചേക്കാം. ഇത് നോക്കണ ആൾക്കാരുണ്ടല്ലോ, നമുക്ക് വേണ്ട അരിയൊക്കെ വാങ്ങാം, നമുക്കാണെങ്കിൽ കാണിച്ചേക്കാം. അച്ഛനെ കൂട്ടി ഒരു ഡോക്ടർക്ക് പോയി ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഹൃദയത്തിനുള്ള കുഴപ്പം, ഹൃദയം ചിലപ്പോൾ പെട്ടെന്ന് നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കുഴപ്പമില്ല, അതിന്റെ കുഴപ്പമില്ല. ഇവിടെ നേരായാലും കുഴപ്പമുണ്ടാക്കണ്ട, നിങ്ങൾ ഉടനെ ഇവിടെ സ്ഥലം നേരെ മെഡിക്കലിൽ പോകണം, ഇന്നത്തെ അവിടെ നല്ലത്. അങ്ങനെ
അങ്ങനെ മെഡിക്കൽ കോളേജിൽ അച്ഛനായിക്കോട്ടെ അവിടെ കാഷ്വാലിറ്റി രാത്രി കാഷ്വാലിറ്റി ചെയ്തു. ഡോക്ടർമാർ ഇങ്ങനത്തെ അനേക കേസുകൾ നമുക്ക് കാണുന്നത്. നമുക്ക് നമ്മുടെ അച്ഛനുണ്ടായ പ്രശ്നം അവർക്ക് ഒരുപാട് അച്ഛന്മാരെ നോക്കാനുള്ളതായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളെ തിരിഞ്ഞു നോക്കിയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഭയങ്കര ഇങ്ങനെയാണെങ്കിൽ അവർക്ക് അത്ര എളുപ്പം നോക്കാൻ പറ്റില്ല. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അന്ന് അവിടെ എന്തെങ്കിലും കളിച്ച് അവർ കൊണ്ടു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അച്ഛന് ഭയങ്കര പ്രശ്നമായിട്ട് കാറിൽ തന്നെ CPR കൊടുക്കുന്നുണ്ട്. എന്താ CPR? CPR ഒരു CPR പ്രത്യേകിച്ച് NCC-ലായിരിക്കുന്നത് NSS-ലായിരിക്കുന്നത് CPR ഞാൻ പറഞ്ഞു. ഓക്കെ, CPR സ്പെല്ലിംഗ് ടീച്ചേഴ്സ് അതായത് ശ്വാസം നിന്ന് പോകുന്ന അവസ്ഥയിൽ നെഞ്ചിന്റെ കൈവച്ച് അമർത്തി കൊടുക്കുകയും വായു ഊതി കൊടുക്കുകയും പുറത്ത് അടിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ശ്വാസം ഉണ്ടാക്കാനുള്ള പ്രഥമ ചികിത്സ എല്ലാവരും പഠിച്ചിരിക്കണം. എപ്പോഴാണ് ആക്സിഡന്റ്, എപ്പോഴാണ് ഇവരുടെ കാർഡിയക് പ്രോബ്ലം എന്ന് നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ കുട്ടികൾ ആരോഗ്യം പ്രത്യേകിച്ചുകൊണ്ട് പഠിച്ചിരിക്കണം, കൊടുക്കാൻ നന്നായി അറിഞ്ഞിരിക്കണം. ഓക്കെ, റൈറ്റ്. അപ്പൊ കാർഡിയക് പൾമണറി റെസസിറ്റേഷൻ കൊടുത്തുകൊണ്ട് CPR കൊടുത്തുകൊണ്ട് വളരെ പേഷ്യൻ്റാണ്. ഉടനെ നോക്കണം ഡോക്ടറെ. നോക്കുമ്പോൾ നോക്കാം ഡോക്ടറെ എന്തുകൊണ്ട് ഓടി വന്നു നോക്കി പരിശോധിച്ചു കൊണ്ട് കുറച്ച് ദിവസം കൂടെ കിടക്കേണ്ടി വരും. അച്ഛൻ സുഖമായിട്ട് കുറച്ച് ദിവസം കൂടെ കിടക്കാം, പ്രശ്നമൊന്നുമില്ല. എനിക്ക് തിരിച്ചിങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കിടന്നു അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ കഥ തുടങ്ങും. അഡ്മിറ്റ് ചെയ്ത് രാത്രി ആ കേസുകളിൽ നിന്നിട്ട് പിന്നെ ഒരു വാർഡിലേക്ക് നീക്കി. വാർഡ് എന്താ പറയാ, ഹോസ്പിറ്റൽ വാർഡിലേക്ക് നീക്കി. WK വാർഡിലേക്ക് നീക്കി. വാർഡിൽ നോക്കുമ്പോൾ നല്ല രസമാണ്. കുറേ ആളുകളുണ്ട്, അച്ഛനെ പോലെ കുറെ പ്രായമുള്ള ആളുകള്, കുറെ മുത്തശ്ശന്മാര്, മുത്തശ്ശന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ നടന്നു നോക്കിയപ്പോൾ നല്ല രസമുള്ള കാഴ്ച. എല്ലാവരും ഏകദേശം ഹൃദയം തെറ്റുകയോ ഒരിക്കൽ നിന്ന് രണ്ടാമത് പ്രവർത്തിക്കുകയോ ചെയ്ത ആളുകളാണ്. അപ്പൊ എല്ലാവരും ഒരേപോലെ ആവുന്ന എല്ലാവരും വളരെ ഹാപ്പി. അച്ഛനെ ഞാൻ മെഡിക്കൽ കോളേജിൽ പൈസ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ അവിടെ കിടക്കുമ്പോ വാർഡൊക്കെ നോക്കിയപ്പോ ഇതേപോലെ കുറെ ജനലുകളില്ല. വാർഡിൽ കുറച്ച് ഭാഗത്ത് ജനലുകളില്ല, കുറച്ച് ഭാഗത്ത് ജനലുകളില്ല. രണ്ട് വൃദ്ധന്മാർ ഇങ്ങനെയാണ് മറ്റേ കിടക്കുന്നത്. അത് ഒരു വൃദ്ധം കിടക്കുന്ന ഭാഗത്ത് ജനലില്ല, ഒരു വൃദ്ധം കിടക്കുന്ന ഭാഗത്ത് ജനലുണ്ട്. ഈ കഥകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, കേട്ടത് ഒന്നുകൂടെ കേൾക്കുക, കേൾക്കാത്തവർ ആദ്യം കേൾക്കുക. ഓക്കെ, റൈറ്റ്. അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ നടന്നു വെച്ചാൽ എല്ലാവരും സുഖം തന്നെയല്ലേ? അച്ഛൻ ചോദിച്ചു. സുഖമാണ്, വളരെ സുഖമാണ്. രാവിലെ ബ്രെഡ് കിട്ടും, പാൽ കിട്ടും, ഉച്ചയ്ക്ക് കൂടെ കിട്ടും, ഇടയ്ക്കിടയ്ക്ക് കുത്തു കിട്ടും മാത്രമേ ഉള്ളൂ. ബാക്കി അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം സുഖമാണ്. അങ്ങനെ കിടന്നു. ഇവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് പെട്ടെന്ന് ചങ്ങാതിമാരാകും. അവിടെ മതമില്ല, ജാതിയില്ല, സെക്സ് ആണോ പെണ്ണോ എന്നില്ല, ഒന്നുമില്ല. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഒരു വീട്ടിൽ നടക്കുന്നത് പോലെ അടുത്തു പോകും എല്ലാവരും. ഒരാൾക്ക് വെള്ളം വന്നെങ്കിൽ 10 ആളോട് വെള്ളത്തുള്ളൂ. വെള്ളതാണ്. എന്നിട്ട് ആരാണ് ആദ്യം കൊടുക്കുന്നത് മനസ്സിലായി. ഒരാൾക്ക് ഗുളി വേണമെങ്കിൽ 25 ആളോട് കൊടുക്കും. ഗുളി ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് പലപ്പോഴും ക്ലോസില്ല. ആ കൂട്ടായ്മ ഇവിടെ ഉണ്ടെങ്കിലോ ഭയങ്കര രസമായിരുന്നു. എനിവേ, ഈ അപ്പുറത്ത് കിടക്കുന്ന ജനലില്ലാത്ത പേഷ്യന്റും എണീക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പുറത്ത് കിടക്കുന്ന ജനലിനടുത്ത് കിടക്കുന്ന ബെല്ലിൽ കിടക്കുന്ന പേഷ്യന്റും എണീക്കാനും ശ്വാസം അയക്കാനും സംസാരിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് പ്രായം കഴിഞ്ഞു. അങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന ഇവരെ ഇടയിലേക്കാണ് എന്താ ചോദിക്കും. പിന്നെ നായകന്മാരും ഇവരുണ്ടാവണം. അച്ഛനും എന്നും ഇവരെ ഞാൻ തമാശ പറയും. വൈകുന്നേരം ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലും. ഇവരെ തമാശയൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ തമാശ ഒന്നുമല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ തമാശയിൽ കൊള്ളുകയും അവരെ കൂടെ തമാശ പഠിക്കുകയും ഒക്കെ ചെയ്യും. ഈ ജനൽ ഉള്ള ഭാഗത്ത് കിടക്കുന്ന പേഷ്യന്റിന്റെ പ്രധാന പ്രശ്നം രാത്രി 1 മണി 2 മണി ആകുമ്പോൾ ഇയാൾ ശ്വാസകോശങ്ങൾ ശ്വാസം അയക്കണേ. എന്താണ് ശ്വാസകോശങ്ങളുടെ ഹൃദയമാണ്, ശ്വാസകോശം തന്നെയല്ലേ? അപ്പൊ ഹൃദയത്തിനുള്ള ജോലി ഉണ്ടോ? ഓക്കെ, രണ്ടാമത് കൂട്ടാളികളാണ്. ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇയാളുടെ ശ്വാസകോശങ്ങൾ വല്ലാണ്ട് ചുരുങ്ങിക്കളയും. എന്നിട്ട് ശ്വാസം എടുക്കാന്നുള്ള പണിയിൽ ചെയ്യില്ല. സിന്ദാബാദ്. ഇനി വേഗം സ്ഥലം നന്നായി കിട്ടിയാലേ ഞങ്ങൾ കൂടുതൽ പണിയെടുക്കുള്ളൂ. ഇല്ലെങ്കിൽ വിജയം വരെയും സമരം ചെയ്യുന്ന രാത്രി 1 മണിക്ക്